നല്ല പടം. ഒരു എക്സ്പെരിമെന്റൽ പരിപാടിയായിരുന്നു. കൊള്ളാം. ആക്ടിംഗ് വൈസ് ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടിരിക്കാനുണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗ് തൊട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിങ് ആയിരുന്നു. സൂപ്പർ. ഈ ഒരു കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് മൂവ് ചെയ്യാത്തൊരു നല്ലൊരു ടോക്കിങ് കുറവുള്ളൊരു ഫിലിം. സൂപ്പറായിട്ടുണ്ട്. എന്തായാലും കണ്ടിരിക്കാൻ ഹാപ്പിയാണ്. കാരണം നമുക്ക് ഇതാണ് എന്താ ഇനി അടുത്ത സീൻ എന്തായിരിക്കും. കാരണം ഇതില്ലല്ലോ, സംസാരമില്ലല്ലോ, കൂടുതൽ ടോക്കിങ്ങിലായി. അപ്പം അത്യാവശ്യം നമുക്ക് എന്തായാലും മൂവിങ്ങും ഓക്കെ ഇതായിട്ടായിരിക്കും. ലാഗായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഡയലോഗ് ഇല്ലെങ്കിൽ പോലും ലാഗായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ആ ഒട്ടും ബോറടിച്ചില്ല, ലാഗായിട്ട് തോന്നിയില്ല. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ഫൺ എലമെന്റ്സും ഉണ്ട്. എന്താ പറയാ, ശരിക്കും മെയിനായിട്ട് അവര് ടൈറ്റിലും ടെക്സ്റ്റായിട്ടൊക്കെ കുറെ കൺവേ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ എന്നാലും നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഫിലിം കാണുന്നത്. പക്ഷെ ഒട്ടും ബോറടിച്ചില്ല. നല്ല മീനിങ് ഫുള്ളാണ്. പറയേണ്ടതില്ലല്ലോ ആളുടെ ആക്ടിങ്. കുറച്ച് കണ്ണിന്റെ ഒക്കെ കുറച്ച് ഇമോഷൻസ് ഉണ്ട്. അത് ശരിക്കും നല്ല ഫീൽ ആയി തോന്നും. അരവിന്ദ് സ്വാമി എല്ലാവരും അടിപൊളി പെർഫോമൻസ്. നല്ല പടമാണ്. ഒന്നും പറയാൻ തന്നെ എല്ലാം പറയുന്നുണ്ട്. ഒരുപാട് മോറൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജനറേഷനിലൊക്കെ ഇങ്ങനത്തെ ഒരു പടം ആവശ്യം. അത് എക്സൈറ്റിംഗ് ആണല്ലോ. ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് നടക്കുന്നതുകൊണ്ട് നല്ല പടമാണ്. മൊത്തത്തിൽ അടിപൊളിയാണ്. വിജയ് സേതുപതിന്റെ ഒരു വെറൈറ്റി ക്യാരക്ടർ അല്ലേ, നല്ല രസമുണ്ടായിരുന്നു. ക്യൂട്ടായിരുന്നു വിജയ് സേതുപതി. ആ സിറ്റുവേഷൻ അനുസരിച്ച് ബീജിയം വർക്കൗട്ട് ആവുന്നുണ്ട്. ഓരോ സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള വരുന്ന മ്യൂസിക്കും ബീജിയം ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. വളരെ നല്ല ഫിലിമാണ് കേട്ടോ. 2023 IFFK വന്ന ഫിലിമാണിത്. ആക്ച്വലി ഇത് എന്തുകൊണ്ട് ഇത്രയും നാൾ റിലീസായില്ല എന്നുള്ളതാണ്. വിഷ്വലും കൊണ്ട് മാജിക് തീർത്ത ഒരു ഫിലിമാണ്. എല്ലാവർക്കും കൺവേ ആവുന്നുണ്ട്. വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാ ക്യാരക്ടറും പെർഫോം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു നരേഷനോ ഒരു ഡയലോഗോ ഇല്ല. ബട്ട് ഫിലിം വർക്കാവുന്നുണ്ട്. നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മെസ്സേജ് അല്ല അതിനകത്ത്. വിഷ്വലും ഉണ്ട്, കഥ പറയുക എന്ന് പറയല്ലോ. നമ്മൾ ഫിലിം എന്ന് പറയുമ്പോൾ എപ്പോഴും വിഷ്വലും കൊണ്ട് കഥ പറയുക എന്നുള്ളതാണ് കൂടുതൽ ഡയലോഗ്സിനേക്കാൾ. അത് ഇതിൽ കൺവേ ചെയ്യുന്നുണ്ട് ഈ ഫിലിം. വളരെ വളരെ നല്ല ബീജിയമാണ് അതിനകത്ത് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ബീജിയമാണ്. അങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം കൊണ്ടും സൗണ്ടിന് പ്രാധാന്യം ഉള്ള ഒരു സിനിമയാണ്. അതിനകത്ത് ഡയലോഗ്സ് ഇല്ല, അതിനകത്ത് വേറെ ഒരു നരേഷനൊന്നുമില്ല. പക്ഷേ അത് കഥ പറയുന്നുണ്ട്, വിഷ്വലി കഥ പറയുന്നുണ്ട്. സിനിമ അതാണ്, ഫിലിം അതാണ്. നല്ല മൂവിയായിരുന്നു. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ ഡയലോഗ്സ് വാക്കുകൾ കൊണ്ടൊന്നും പറയുന്നില്ല. പക്ഷെ അവർ ആ ആക്ഷൻസ് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, പേഴ്സണലി ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് സംഭവം എന്താണെന്നുള്ള മനസ്സിലായി. ഇപ്പോൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഈ ജസ്റ്റ് ആക്ഷനിലൂടെ തന്നെ അവർ നല്ല രീതിയിൽ ഇതാക്കിയിട്ടുണ്ട്. ഇമോഷൻസ് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. കാരണം ഞാനവിടുന്ന് പറഞ്ഞോണ്ട് നല്ല മൂവി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനടുത്ത് അവർ സംസാരിക്കുന്നില്ല എങ്കിൽ പോലും അവരെ ആക്ഷനിലൂടെ തന്നെ നമുക്ക് പേഴ്സണലി നല്ല രീതിയിൽ എഫക്റ്റ് ആവുന്നുണ്ട് മൂവി. കൊള്ളാം. നമ്മൾ സിനിമ സംസാരിക്കുന്നു, കഥാപാത്രങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ സിനിമ സംസാരിക്കുന്നു. അതെ. നമ്മൾ തുടക്കത്തിൽ ആ ഒരു 10-20 മിനിറ്റ് നമ്മൾ വിചാരിച്ചു ഇപ്പം എപ്പോഴെങ്കിലും ഒരു ഡയലോഗ് വരുമെന്ന് പിടിച്ചിരുത്തി. അതൊരു കഴിവ് തന്നെയാണ്. ഇത് കൊള്ളാം. ഒരു എന്താ പറയുക, നല്ലൊരു അപ്രോച്ച്. മുഷിപ്പില്ലാതെ നമ്മളെ പിടിച്ചിരുത്തി ഇതെന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നപ്പോൾ അത് BGM തന്നെ പിടിച്ചിരിക്കുന്നത്. ആ ഒരു എന്ന് വെച്ചാൽ ഗംഭീര സാധനമൊന്നും അല്ല, പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ ഒരു മൂഡിലങ്ങ് ഇരുന്ന് പോകുന്നുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിജയ് സേതുപതിയും അരവിന്ദ് സ്വാമി രണ്ടുപേരും നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും അവർ തന്നെയാണ് കറക്റ്റ്. ആ കഥാപാത്രത്തിന് ആപ്റ്റായിട്ടുള്ള രണ്ടുപേര് തന്നെയാണ്.
തീർച്ചയായിട്ടും നമ്മൾ ആ സീനൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടാണ് ഇയാൾ വിജയ് സേതുപതി വരുന്നത്. അത് കറക്റ്റായിട്ട് നമുക്ക് കണക്റ്റ് ആവും. പൈസയുടെ ആ ഒരു പ്രാധാന്യമില്ല. കൊള്ളാം, പരിപാടി കൊള്ളാം.